വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ്, അതായത് ഉപ്പുമുളകിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്രമല്ല ഓൾ സിറ്റ്കോം ആൻഡ് സീരിയൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉപ്പുമുളകും നിർത്താൻ പോവുകയാണ്. ഉപ്പുമുളക് മാത്രമല്ല ഒട്ടുമിക്ക സീരിയലുകളും നിർത്താൻ പോവുകയാണെന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു പരിപാടിയാണ് ഉപ്പുമുളകും. അപ്പോൾ ഉപ്പുമുളകും അവസാനിക്കുമ്പോൾ പോവുകയാണെന്ന് പറയുന്നത് അത് പ്രേക്ഷകർക്കൊന്നും അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ കേരള വനിതാ കമ്മീഷൻ ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചാനലിൽ ഒരു ദിവസം 2 സീരിയൽ മതി, ഒരു സീരിയലിന് പരമാവധി 30 എപ്പിസോഡുകൾ മതി എന്ന രീതിക്ക് ഇപ്പോൾ പുതിയൊരു റൂൾ വേണമെന്ന് ആവശ്യപ്പെട്ട് കേരള വനിതാ കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഒരു ദിവസം സംപ്രേഷണം ചെയ്ത ആ ഒരു എപ്പിസോഡ് പിറ്റേ ദിവസം വീണ്ടും പകൽ സമയത്ത് സംപ്രേഷണം ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് സംപ്രേഷണം ചെയ്യാൻ പാടില്ല എന്ന രീതിക്കുള്ളൊരു ആവശ്യവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം 2 സീരിയൽ മാത്രം ഒരു ചാനലിലാക്കി മാറ്റണമെന്നും ഒരു സീരിയലിന് 20 മുതൽ 30 എപ്പിസോഡുകൾ മതി എന്ന രീതിക്കും ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്ന രീതിക്കൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പം നീണ്ടു നിൽക്കുന്ന എല്ലാ സിറ്റ്കോം സീരിയലുകളും അവസാനിക്കുന്നതായിരിക്കും, ഉപ്പുമുളകും അവസാനിക്കുന്നതായിരിക്കും. ഉപ്പുമുളക് നമുക്കറിയാം ഓൾമോസ്റ്റ് 2000-ഓളം എപ്പിസോഡുകളായി. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് 20-30 എപ്പിസോഡുകൾ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ എന്ത് കണ്ടിട്ടാണ് ഇവർ ഇങ്ങനത്തെ ഒരു നിയമം വേണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഇതുവരെയ്ക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. സീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് നീണ്ടുപോകുന്ന ദിവസങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. അതിന് വെറും 30-20 എപ്പിസോഡുകൾ മാത്രം മതി എന്ന രീതിക്ക് ആവശ്യപ്പെടുന്നത് എന്ത് കണ്ടിട്ടാണ് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഏതായാലും ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. അവർ അങ്ങനെ ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേരള വനിതാ കമ്മീഷൻ്റെ ഈ ഒരു ആവശ്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.